പ്രീതികാര സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻട്രിയിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് സാർ. നമ്മള് ലോകചരിത്രത്തില് അന്താരാഷ്ട്ര സംഘടനകൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിക്കുന്നത് കോമൺവെൽത്ത് എന്ന സംഘടനയും ചേരിചേരാ പ്രസ്ഥാനവും. ആരംഭിച്ചാലോ? ഈ രണ്ട് സംഘടനയിലും ഒരു സജീവ അംഗമാണ് ഇന്ത്യ എന്ന് പറയുക. അതുകൊണ്ട് PSC പരീക്ഷയിലെ പ്രാധാന്യത്തോടു കൂടി ആ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. കോമൺവെൽത്ത് ഓഫ് നേഷൻസ് എന്താണ് കോമൺവെൽത്ത് എന്ന സംഘടന? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. അതായത് ആദ്യകാലത്ത് ബ്രിട്ടീഷ് കോളനിയായിരുന്നു. പിൽക്കാലത്ത് രണ്ടാം ലോക മഹായുദ്ധാനന്തരം ബ്രിട്ടൻ ലോകമാസകലമുള്ള മിക്കവാറും എല്ലാ കോളനികളിലും സ്വാതന്ത്ര്യം കൊടുത്തു. അങ്ങനെ പിൽക്കാലത്ത് സ്വതന്ത്രമാക്കപ്പെട്ട രാജ്യങ്ങൾ നിലവിൽ അറിയപ്പെടുന്ന കൂട്ടായ്മയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. എ യൂണിയൻ ഓഫ് കൺട്രീസ് ദാറ്റ് ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് എംപയർ. ഇതായിരുന്നു കോമൺവെൽത്ത് എന്ന സംഘടനയുടെ നിർവചനമെങ്കിലും ബ്രിട്ടീഷ് കോളനി അല്ലാത്ത രണ്ട് രാജ്യങ്ങൾ കോമൺവെൽത്ത് അംഗങ്ങളാണ്. മൊസാംബിക്കും റുവാണ്ടയും. ആരൊക്കെ? മൊസാംബിക്കും റുവാണ്ടയും. മറക്കരുതേ. അപ്പോ കോമൺവെൽത്ത് ഓഫ് നാഷൻസ്, എ യൂണിയൻ ഓഫ് കൺട്രീസ് ദാറ്റ് ഗെയിൻഡ് ഇൻഡിപെൻഡൻസ് ഫ്രം ദ ബ്രിട്ടീഷ് എംപയർ. മെമ്പർ കൺട്രീസ് ദാറ്റ് വെയർ നോട്ട് ബ്രിട്ടീഷ് കോളനീസ്, Mozambique and Rwanda. Father of the Commonwealth, ഹരോൾഡ് വിൽസൺ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഹരോൾഡ് വിൽസണെയാണ് കോമൺവെൽത്ത് സംഘടനയുടെ പിതാവായി കണക്കാക്കുക. അത് കൃത്യമായി തന്നെ പഠിക്കണം കേട്ടോ. കാരണം കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് മറ്റൊരു വ്യക്തിയാണ്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പിതാവായി കണക്കാക്കുന്നത് കോമൺവെൽത്ത് രൂപീകരണത്തിലേക്ക് നയിച്ച ഹരോൾഡ് വിൽസൺ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഹരോൾഡ് വിൽസന്റെ നേതൃത്വത്തിലായിരുന്നു കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ആ സമയത്ത് ബ്രിട്ടീഷ് കോളനികളുടെ രാജ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്നു. പിൽക്കാലത്താണ് അവയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുക കേട്ടോ. രൂപീകരിച്ച സമയത്ത് അവയൊക്കെ എന്തായിരുന്നു? ബ്രിട്ടീഷ് കോളനികളായിരുന്നു. 1931 ഔദ്യോഗികമായി നിലവിൽ വരിക. കൃത്യമായി പറഞ്ഞാൽ 1931 മെയ് മാസം 24 തീയതിയാണ് കോമൺവെൽത്ത് എന്ന സംഘടന നിലവിൽ വരുന്നത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കോമൺവെൽത്ത് ഡേ ആയിട്ട് എന്ത് കണക്കാക്കുക? 24th മെയ്യെ കണക്കാക്കുക. അപ്പോ മെയ് 24 ഒബ്സർവ്ഡ് ആസ് കോമൺവെൽത്ത് ഡേ. കോൺസെപ്റ്റ്, ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ചത് 1926 ലണ്ടനിൽ നടന്ന ഇംപീരിയൽ കോൺഫറൻസിലാണ്. ഈ ഇംപീരിയൽ കോൺഫറൻസിൽ ഇങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചത് ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരായിരുന്നു? ബെൽഫോർ എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇംഗ്ലീഷ് നയതന്ത്രജ്ഞനായി കണക്കാക്കുന്ന ബെൽഫോർ ആണ്. അതുകൊണ്ട് ഈ ഇംപീരിയൽ കോൺഫറൻസിൽ കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കാൻ തീരുമാനിച്ച പ്രഖ്യാപനത്തെ എന്തെന്ന് വിശേഷിപ്പിക്കാറുണ്ട്? ബാൽഫോർ ഡിക്ലറേഷൻ എന്ന് വിളിക്കാറുണ്ട്. അത് പ്രകാരം 1931 മെയ് മാസം 24 തീയതിയാണ് കോമൺവെൽത്ത് എന്ന സംഘടന രൂപീകരിക്കപ്പെട്ടത്. അണ്ടർ ദ സ്റ്റാറ്റ്യൂ ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ. 1931 നിലവിൽ വരുന്നു. എന്ത് ഉടമ്പടി പ്രകാരം? വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരമാണ് നിലവിൽ വരിക. മറക്കില്ലല്ലോ. അപ്പോ ഓർമ്മിക്കുക, കോമൺവെൽത്ത് എന്ന സംഘടനയുടെ ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത് 1926 ലണ്ടനിൽ വെച്ച് നടന്ന ഇംപീരിയൽ കോൺഫറൻസിൽ. ആ കോൺഫറൻസിൽ കോമൺവെൽത്ത് എന്ന സംഘടനാ രൂപീകരണത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തി. ആ പ്രഖ്യാപനം ബാൽഫോർ ഡിക്ലറേഷൻ, ബാൽഫോർ പ്രഖ്യാപനം എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് പ്രകാരം ഈ സംഘടന നിലവിൽ വന്നത് 1931 മെയ് 24 ഏത് ഉടമ്പടി പ്രകാരം? വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. ഹെഡ്ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് ലണ്ടനിലെ മാൽബറോ ഹൗസ് ആണ്. കോമൺവെൽത്ത് എന്ന സംഘടന ആസ്ഥാനം ലണ്ടനിലെ മാൽബറോ ഹൗസ്. നിലവിൽ ആകെ 54 രാജ്യങ്ങളുണ്ട്. പുറത്താക്കപ്പെട്ട അംഗരാജ്യമാണ് ഫിജി. 2006 ഫിജിയിലെ പട്ടാള അട്ടിമറിയിലൂടെ ഏകാധിപത്യ ഭരണം ആരംഭിച്ചതിനാൽ ഫിജിയെ കോമൺവെൽത്ത് നിന്ന് പുറത്താക്കി. നിലവിൽ അംഗരാഷ്ട്രങ്ങളുടെ 54 ആണ്.
voluntarily withdrawn countries, Ireland and Zimbabwe. സ്വയം പിരിഞ്ഞുപോയ രാജ്യങ്ങളാണ് കോമൺവെൽത്തിൽ നിന്ന് സ്വയം പിരിഞ്ഞുപോയ രാജ്യങ്ങളാണ് അയർലൻഡും സിംബാബ്വെ. മറക്കില്ലല്ലോ. ഇംഗ്ലണ്ട് എന്ന സാമ്രാജ്യത്തിന്റെ കീഴിൽ കോളനികളായിരുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് കോമൺവെൽത്ത്. നിലവിൽ അവയൊക്കെ സ്വതന്ത്രമായി എങ്കിലും കോമൺവെൽത്ത് എന്ന കൂട്ടായ്മയ്ക്ക് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഒന്നുകൂടെ നമുക്ക് വിശദം ചെയ്താലോ? കോമൺവെൽത്ത് നേഷൻസ്, എ യൂണിയൻ ഓഫ് കൺട്രീസ് that gained the independence from the British Empire. Member countries that were not British colonies, Mozambique and Rwanda. Father of Commonwealth organization, Harold Wilson. Commonwealth Day celebrated on 24th May. Concept introduced at Imperial Conference in 1926 London. It known as Balfour Declaration. Established in 1931 May 24 under the Statute of Westminster. വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി, ട്രീറ്റി എന്നും പറയാം, സ്റ്റാറ്റ്യൂട്ട് എന്ന് പറയാം, രണ്ടും ശരിയാണ്. അണ്ടർ ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് വെസ്റ്റ്മിൻസ്റ്റർ, വെസ്റ്റ്മിൻസ്റ്റർ ഉടമ്പടി പ്രകാരം. ഹെഡ്ക്വാർട്ടേഴ്സ് മാൽബറോ ഹൗസ് ഇൻ ലണ്ടൻ. ടോട്ടൽ മെമ്പേഴ്സ് 54. Expelled country Fiji in 2006. Voluntarily withdrawn countries Ireland and Zimbabwe. Ceremonial head always British monarch. ഈ കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പ്രതീകാത്മക തലവൻ എപ്പോഴും ബ്രിട്ടീഷ് രാജാവ്. രാജാവാണെങ്കിൽ രാജാവ്, അല്ല രാജ്ഞിയാണ് ഭരിക്കുന്നതെങ്കിൽ ബ്രിട്ടീഷ് രാജവംശം എന്ന് പറയുന്നതായിരിക്കും ശരി. ബ്രിട്ടീഷ് രാജവാഴ്ചയാണ് പ്രതീകാത്മക തലവനായി കണക്കാക്കുക. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1965. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1965. The first Secretary General, Arnold Smith, the Canadian citizen. Current Secretary General, Shirley Boshwe. നമ്മൾ ബോഷ്വേ എന്ന് എഴുതിയിട്ട് ബോഷ്വേ എന്നാണ് വായിക്കുക. ഷെർലി ബോഷ്വേ. ഓക്കെ. ഈ കോമൺവെൽത്തിന്റെ സെക്രട്ടറി ജനറൽ പദവിയിലെത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വനിതയാണ് ഷെർലി ബോഷ്വേ എന്ന് പറയുക. ഓക്കെ, മറക്കരുത്. കോമൺവെൽത്തിന്റെ പ്രതീകാത്മക തലവൻ, സെറിമോണിയൽ ഹെഡ് ബ്രിട്ടീഷ് മൊണാർക്ക്. ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷ്. Commonwealth Secretariat established in 1965. First Secretary General Arnold Smith, the Canadian citizen. Current Secretary General Shirley Boshwe, the first African woman to hold this position. സെറ്റല്ലേ? ഇനി കോമൺവെൽത്ത് ഉച്ചകോടിയെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ സമ്മേളനം ചോഗം എന്നാണ് അറിയപ്പെടുക. ചോഗം, CHOGM. സമ്മിറ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് നോൺ ആസ് ചോഗം, CHOGM. അതിന്റെ പൂർണ്ണമായ പേര് ഇങ്ങനെയാണ്: കോമൺവെൽത്ത്, C, ഹെഡ്സ് ഓഫ് ഗവൺമെന്റ്, G, മീറ്റിംഗ്, ചോഗം, CHOGM. കോമൺവെൽത്ത് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ്, ചുരുക്കി ചോഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുക്കേണ്ടത്. ഹെൽഡ് ഓൺസ് ഇൻ എവരി 2 years. 2 വർഷത്തിൽ ഒരിക്കലാണ് കോമൺവെൽത്ത് രാഷ്ട്രത്തലവന്മാരുടെ ചോഗം എന്ന സമ്മേളനം നടക്കുക. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി സമ്മേളനം നടന്നത് 1983 ഗോവയിലായിരുന്നു. ഇന്ത്യയിൽ വെച്ച് ആദ്യമായി കോമൺവെൽത്ത് നേഷൻസ് സമ്മേളനം, ഉച്ചകോടി, ആനുവൽ സെഷൻ നടക്കുന്നത് 1983 ഗോവയിൽ വെച്ചായിരുന്നു. 2024 സമ്മിറ്റ് സമോവയിൽ വെച്ച് നടന്നു. 2026 സമ്മിറ്റ് ആന്റിഗോ, ബാർബുഡ എന്നീ രാജ്യങ്ങളിൽ വെച്ച് നടക്കും. ചെറു കരീബിയൻ ദ്വീപുകളാണ് കേട്ടോ, മറക്കരുത്. ആന്റിഗോ, ബാർബുഡ. 2024 സമോവ, 2026 സമ്മിറ്റ് ആന്റിഗോ, ബാർബുഡ. ഒന്നുകൂടെ നമുക്ക് വിഷയം ചെയ്താലോ? സമ്മിറ്റ് ഓഫ് ഹെഡ്സ് ഓഫ് ഗവൺമെന്റ് known as CHOGM. CHOGM means Commonwealth Head of Government Meeting, held in every 2 years. First held in India in 1983 at Goa. 2024 summit and Samoa. 2026 summit and Antigua and Barbuda. Okay അല്ലേ? ഇനി
കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഒരു പ്രത്യേകത കൂടെ നമുക്ക് പഠിച്ചു. A diplomatic representative in Commonwealth countries are called High Commissioner. In other countries, Ambassador. സാധാരണഗതിയിൽ ഒരു രാജ്യത്തിന്റെ പ്രതിനിധി ആ രാജ്യവുമായി സഖ്യമുള്ള അല്ലെങ്കിൽ ബന്ധമുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളായി സേവനം ചെയ്യാറുണ്ട്. സാധാരണത്തിൽ അത്തരം പ്രതിനിധികളെ, ഫോറിൻ സർവീസിലെ പ്രതിനിധികളെ നമ്മൾ അംബാസിഡർ എന്നാണ് വിളിക്കുക. എന്നാൽ കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിലെ ഈ അംബാസിഡർമാർ പ്രത്യേകിച്ച് എന്ത് പേരിൽ അറിയപ്പെടും? ഹൈ കമ്മീഷണർ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ അല്ലെ? ഡിപ്ലോമാറ്റിക് റെപ്രസെന്റേറ്റീവ് ഓഫ് കോമൺവെൽത്ത് കൺട്രീസ് ആർ കോൾഡ് ഹൈ കമ്മീഷണർ. ഇൻ അതർ കൺട്രീസ് നോൺ ആസ് അംബാസിഡർ. കോമൺവെൽത്ത് സെമിത്തേരി ഇൻ ഇന്ത്യ ലൊക്കേറ്റഡ് അറ്റ് മണിപ്പൂർ. ഇന്ത്യയിൽ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരിലാണ്. അത് മറന്നു പോകരുത്. ഇന്ത്യയിലെ കോമൺവെൽത്ത് സെമിത്തേരി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മണിപ്പൂർ. ഈ കോമൺവെൽത്ത് എന്ന സംഘടനയിലെ അംഗരാഷ്ട്രങ്ങൾക്ക് വേണ്ടിയിട്ട് സംഘടിപ്പിക്കുന്ന അന്തർദേശീയ കായിക മാമാങ്കമാണ് കോമൺവെൽത്ത് ഗെയിംസ് എന്ന പേരിൽ അറിയപ്പെടുക. ഇന്റർനാഷണൽ സ്പോർട്ടിംഗ് ഈവന്റ് ഇൻവോൾവിംഗ് മെമ്പർ കൺട്രീസ് ഓഫ് ദ കോമൺവെൽത്ത് known as Commonwealth Games. First Commonwealth Games held in 1930 at Hamilton in Canada. Father of the Commonwealth Games, Ashley Cooper. കോമൺവെൽത്ത് ഗെയിംസ് ആരംഭിച്ചത് 1930-ലാണ്. 1926-ലെ ഇമ്പീരിയൽ കോൺഫറൻസിന്റെ തീരുമാനപ്രകാരം കോമൺവെൽത്ത് എന്ന സംഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1931 ഓർമ്മിക്കുക. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പിതാവെന്ന് കണക്കാക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ ഹരോൾഡ് വിൽസൺ ആണ്. എന്നാൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഷ്ലി കൂപ്പർ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ, കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പിതാവ് എന്ന് പറയുന്നത് ഹരോൾഡ് വിൽസണുമാണ്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ പിതാവ് ഹരോൾഡ് വിൽസൺ, കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് ആഷ്ലി കൂപ്പർ. മറക്കരുത്, മാറരുത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കോമൺവെൽത്ത് diplomatic representation in Commonwealth countries are called High Commissioner. In other countries, known as Ambassador. Commonwealth Cemetery in India located in Manipur. International sporting event involving member countries of the Commonwealth, known as Commonwealth Games. First held in 1930 at Hamilton in Canada. Father of Commonwealth Games, Ashley Cooper. അടുത്ത് പറയുന്നു നാം ചേരിചേര പ്രസ്ഥാനം അല്ലെ? Non-aligned movement. A group of countries that decided to remain independent, not joining either American bloc or the Soviet bloc during Cold War. നമുക്കറിയാം, രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ സോഷ്യലിസ്റ്റ് ചേരിയിൽപ്പെട്ട രാജ്യങ്ങൾ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടായ്മ രൂപീകരിച്ചു, ഒരു സഖ്യരാഷ്ട്രം രൂപീകരിച്ചു. മുതലാളിത്ത രാജ്യങ്ങൾ അമേരിക്കയുടെ നേതൃത്വത്തിൽ മറ്റൊരു സഖ്യത്തിന് രൂപം നൽകി. അങ്ങനെ സോഷ്യലിസ്റ്റ് മുതലാളിത്ത ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം കാരണം അവിടെ രാജ്യങ്ങൾ തമ്മിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ശത്രുതയിലായി. ഇതാണ് ശീതസമരം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുക, കോൾഡ് വാർ എന്ന് വിശേഷിപ്പിക്കുക. ഈ കോൾഡ് വാർ കാലഘട്ടത്ത് ഒന്നെങ്കിൽ കുറെ രാജ്യങ്ങൾ അമേരിക്കൻ ചേരിയിൽ പോയി, മറ്റു ചില രാജ്യങ്ങൾ USSRന്റെ ചേരിയിൽ, റഷ്യയുടെ ചേരിയിൽ. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ ചില രാജ്യങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഒരു ചേരിയിലും പങ്കെടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു ചേരിയിൽ പങ്കെടുത്താലല്ലേ മറ്റു രാജ്യം ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ ഒരു ചേരിയിലും പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ സ്വതന്ത്രമായി നിന്നുള്ള. അങ്ങനെ തീരുമാനിച്ച ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രൂപീകരിച്ചതായിരുന്നു നാം, നോൺ അലൈൻഡ് മൂവ്മെന്റ്. നാം, a group of countries that decided to remain independent, not joining either American bloc or the Soviet bloc during the Cold War. Founding principle, 5 principles of peaceful. പഞ്ചശീല തത്വങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, 5 principles of peaceful coexistence അഥവാ പഞ്ചശീല തത്വങ്ങൾ എന്ന് നമ്മൾ പറയും. അപ്പോ ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന ആശയം എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ മറന്നു പോകരുത്. എന്താണ് അടിസ്ഥാന ആശയം, അല്ലെങ്കിൽ അടിസ്ഥാന തത്വം എന്താണ്? ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്? പഞ്ചശീല തത്വങ്ങളാണ്. 5 principles of peaceful coexistence.
സഹകരണവും സമാധാനപരവുമായി ഒരുമിച്ച് നിൽക്കുന്ന രീതി. 5 പ്രിൻസിപ്പിൾസ് ഓഫ് പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, അല്ലെങ്കിൽ നമുക്ക് പഞ്ചശീല തത്വങ്ങൾ എന്ന് നമുക്ക് പറയാം. കൺസെപ്റ്റ് പ്രൊമോട്ടഡ് ബൈ വി.കെ. കൃഷ്ണമേനോൻ. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വി.കെ. കൃഷ്ണമേനോനായിരുന്നു. അമേരിക്കയുടെ ചേരിയിലോ റഷ്യയുടെ ചേരിയിലോ ഇല്ലാതെ സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് തുടക്കം കുറിക്കണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വി.കെ. കൃഷ്ണമേനോൻ എന്ന മലയാളിയാണ്. മറക്കരുതേ. അപ്പൊ നോൺ അലൈൻ മൂവ്മെന്റ്, എ ഗ്രൂപ്പ് ഓഫ് കൺട്രീസ് ദാറ്റ് ഡിസൈഡഡ് ടു റിമെയിൻ ഇൻഡിപെൻഡന്റ്, നോട്ട് ജോയിനിങ് എയ്തർ the American bloc or the Soviet bloc during Cold War. Founding principle, 5 principles of peaceful and coexistence. Concept promoted by V.K. കൃഷ്ണമേനോൻ. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു സംഘടന രൂപീകരിക്കാൻ തീരുമാനിക്കാം. ഫൗണ്ടിംഗ് കോൺഫറൻസ്, known as Afro-Asian Conference, held at Bandung in 1955. രൂപീകരണ സമ്മേളനം ആഫ്രോ ഏഷ്യൻ ഉച്ചകോടി എന്നാണ് അറിയപ്പെടുക. നടന്നത് ബാന്തുങ് എന്ന സ്ഥലത്ത് വെച്ച് 1955. അതുകൊണ്ട് ഇതിനെ ബാന്തുങ് സമ്മേളനം എന്ന് വിളിക്കാറുണ്ട്. ആഫ്രോ ഏഷ്യൻ സമ്മിറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതോടൊപ്പം ബാന്തുങ് സമ്മേളനം എന്ന് വിളിക്കാറുണ്ട്. ഇത് വർഷം 1955. രൂപീകരണത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 23 രാജ്യങ്ങൾ ഇവിടെ പങ്കെടുത്തു. ഇതിന്റെ തുടർ ചർച്ചകൾക്ക് വേണ്ടി 1956 ജൂലൈ മാസം മറ്റൊരു സമ്മേളനം വിളിച്ചു ചേർത്തു, ബ്രിയോണി എന്ന സ്ഥലത്ത് വെച്ച്. അതെന്ത് പേരിൽ അറിയപ്പെട്ടു? ബ്രിയോണി കോൺഫറൻസ് എന്നറിയപ്പെട്ടു. അപ്പൊ ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തെ കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ടത് 1955 ബാന്തുങ് സമ്മേളനം അഥവാ 1955 ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ്. തുടർ ചർച്ചകൾക്ക് വേണ്ടി സമ്മേളനം നടന്നത് 1956 ജൂലൈ മാസം ബ്രിയോണിയിൽ വെച്ച്. ഒടുവിൽ പ്രാബല്യത്തിൽ വരികയാണ് ആദ്യ ഔദ്യോഗിക സമ്മേളനം, ചേരിചേര പ്രസ്ഥാനം എന്ന സംഘടനയുടെ സമ്മേളനം, ഫസ്റ്റ് നാം സമ്മിറ്റ്. ആദ്യത്തെ ചേരിചേര സമ്മേളനം, അത് ചേരിചേര സംഘടനയുടെ ആദ്യ സമ്മേളനം നടന്നത് 1961 യുഗോസ്ലവിയയിലെ ബെൽഗ്രേഡ് എന്ന സ്ഥലത്ത് വെച്ച്. ഈ ആദ്യ സമ്മേളനത്തിൽ, ആദ്യ ഔദ്യോഗിക സമ്മേളനത്തിൽ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. മറന്നു പോകരുത്, മാറിപ്പോകരുത്. ഫൗണ്ടിംഗ് കോൺഫറൻസ്, ആഫ്രോ ഏഷ്യൻ കോൺഫറൻസ് ഓർ ബാന്തുങ് കോൺഫറൻസ് in 1955, 23 countries participated. Brioni Conference held in July 1956. The first official NAM summit held at Belgrade in Yugoslavia in 1961. 25 countries are participated. World leaders who lead the movement. ചേരിചേര പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ ലോക നേതാക്കളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ലോക നേതാക്കൾ ആരൊക്കെയാണ് നമുക്കറിയാം. ഒന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അല്ലെ, ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്റ്റ്, ജോസഫ് ടിറ്റോ ഫ്രം യുഗോസ്ലവിയ, സുഗോർണോ ഫ്രം ഇന്തോനേഷ്യ, കോമെ കുമ ഫ്രം ഘാന. കോമെ എൻക്രുമ ഫ്രം ഘാന. കോമെ എൻക്രുമ ഫ്രം ഘാന. മറക്കല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. ചേരിചേര പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാക്കൾ ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ, ഗമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്റ്റ്, ജോസഫ് ടിറ്റോ ഫ്രം യുഗോസ്ലവിയ, സുഗോർണോ ഫ്രം ഇന്തോനേഷ്യ, കോമെ എൻക്രുമ ഫ്രം ഘാന. അടുത്ത് പറയുന്നു, ദ നോൺ അലൈൻ മൂവ്മെന്റ് ഹാസ് നോ പെർമനന്റ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഒരു സ്ഥിരം ആസ്ഥാനം ഇല്ലാത്ത ലോകത്തെ പ്രബല സംഘടനയാണ് ചേരിചേര പ്രസ്ഥാനം. ഒരു സ്ഥിരം ആസ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ എവിടെ വെച്ചാണ് സമ്മേളനം നടക്കുന്നത്, ആ സമ്മേളന നഗരിക്കാണ് പ്രാധാന്യം. നിലവിലാകെ 120 അംഗരാജ്യങ്ങളുണ്ട്. രൂപീകരണത്തിന് വേണ്ടി ബാന്തുങ്ങിൽ 23 രാജ്യങ്ങളെ പങ്കെടുത്ത്. ആദ്യ ഔദ്യോഗിക സമ്മേളനം 1961 ബെൽഗ്രേഡിലെ 25 രാജ്യങ്ങൾ പങ്കെടുത്തു. നിലവിൽ അംഗരാഷ്ട്രങ്ങൾ എത്രയാ? 120 ആണ്. 19th summit in Uganda in 2024. 20th summit in Uzbekistan 2027. 3 വർഷത്തിലൊരിക്കലാണ് നടത്തുക. 19ാമത്തെ ഉച്ചകോടി, 19ാമത് സമ്മേളനം ഉഗാണ്ടയിൽ വെച്ച് നടന്നു 2024. 20ാമത് ഉച്ചകോടി 2027 ഉസ്ബെക്കിസ്ഥാനിൽ വെച്ച് നടക്കും. The first Indian city to host summit in New Delhi in 1983. First Indian city to host the summit New Delhi in 1983. മറക്കില്ലല്ലോ, സിമ്പിൾ അല്ലേ? ഗുഡ്. ഒന്നുകൂടെ നമുക്ക് വിഷൻസ് ഉറപ്പിക്കാം പൂർണ്ണമായിട്ട്. നോൺ അലൈൻ മൂവ്മെന്റ്, a group of countries that decided to remain independent, not joining either
the American bloc or the Soviet bloc during the Cold War. Founding principle: 5 principles of peaceful and coexistence or Panchashila. Concept promoted by V.K. Krishna Menon. Founding conference known as Afro-Asian Conference or Bandung Conference held at Bandung in 1955. 23 countries are participated. Brioni Conference held in July 1956. The first NAM summit, the first official meeting of NAM, held at Belgrade in Yugoslavia in 1961. 25 countries participated. World leaders who lead the movement: Jawaharlal Nehru from India, Gamal Abdel Nasser from Egypt, Joseph Tito from Yugoslavia, Sukarno from Indonesia, Kwame Nkrumah from Ghana. The non-aligned movement has no permanent headquarters. Total members 120. 19th summit held at Uganda in 2024. 20th summit at Uzbekistan in 2027. First Indian city to host the summit, New Delhi in 1983. Settle. അപ്പോൾ ഇന്നേ ദിവസം നമ്മൾ പ്രധാനമായും പഠിച്ചത് കോമൺവെൽത്ത് എന്ന സംഘടന, കോമൺവെൽത്ത് എന്ന കായിക മാമാങ്കത്തെക്കുറിച്ച് ബേസിക് ഐഡിയ, മൊത്തമൊന്നും പഠിച്ചിട്ടില്ല. കോമൺവെൽത്ത് ഗെയിംസ് നമ്മൾ വേർതിരിച്ച് പഠിച്ചു. കോമൺവെൽത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ കൃത്യമായി തന്നെ പഠിക്കണം, ഹരോൾഡ് വിൽസൺ. കോമൺവെൽത്ത് ഗെയിംസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആഷ്ലി കൂപ്പർമാൻ. പിന്നെ ചേരിചേര പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ചു. ചേരിചേര പ്രസ്ഥാനത്തിന്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് പഞ്ചശീല തത്വമാണ്. ചേരിചേര പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ച ആദ്യ വ്യക്തി V.K. കൃഷ്ണമേനോനും. അതും മനസ്സിലുണ്ടാവും. ഓക്കെ, അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ദിവസം നമുക്ക് ചുരുക്കം ചില സംഘടനകളോട് പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് ശീതസമരത്തിന്റെ ഭാഗമായി രൂപം കൊണ്ട നാറ്റോ എന്ന സൈനിക സഖ്യം, അതിനെ പ്രതിരോധിക്കാൻ വാട്സാപ്പ് ആക്ട് രൂപീകരിച്ച നമ്മുടെ USSRന്റെ നേതൃത്വത്തിലുള്ള വാട്സാപ്പ് ആക്ട് നമ്മൾ പഠിക്കും. പിന്നെ ലോകത്തെ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ചില രാജ്യങ്ങളുണ്ട്: G7, G20, G15, G77. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിച്ചുറപ്പിക്കാനായിട്ട് ശ്രമിക്കും. ചെറിയൊരു ക്ലാസ്സോടുകൂടി അന്താരാഷ്ട്ര സംഘടനകൾ പൂർണ്ണമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സോടുകൂടി പഠിച്ച് തീർക്കുവാനായിട്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.